പുതുപുത്തൻ എപ്പിസോഡുമായി ഞങ്ങൾ റെഡിയാണ്. ഇന്നത്തെ ലേഡീസ് അവർ തുടങ്ങാനായി ഏവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് നമുക്ക് ചർച്ചാ വിഷയമാണ് പുതിയ വസ്ത്രങ്ങളെ കുറിച്ച് സംസാരിക്കാം. അതെ പുതിയ വസ്ത്രങ്ങളും ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരും. അതെ ഒരുവിധമാതിരിപ്പെട്ട എല്ലാ യുവത്വം എല്ലാം ഈ ബ്രാൻഡിന്റെ പുറകെയാണ് അല്ലേ? അതെ പ്രത്യേകിച്ച് ആണുങ്ങൾ കേട്ടോ. ആണുങ്ങൾക്ക് പിന്നെ ഇന്ന ബ്രാൻഡിന്റെ ഉപയോഗിക്കൂ എന്ന് അവർക്ക് വാശി പിടിക്കാം. നമുക്ക് പെണ്ണുങ്ങൾക്ക് പിന്നെ അങ്ങനെയൊന്നും വാശികളൊന്നുമില്ല. ഒരു പുതിയ ഉടുപ്പ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു മനോഭാവമാണ് നമ്മൾക്ക്. പക്ഷെ പുതിയ ഉടുപ്പിൽ കുറേ വിപത്തുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതും ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാവരും ഈ ബ്രാൻഡ് കോൺഷ്യസ് ആകുന്നവരും അതുപോലെ തന്നെ വളരെ ബൾക്കായിട്ട് തുണി എടുക്കുന്നവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത്. പുതിയ ഉടുപ്പ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒന്ന് കഴുകിയിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഒരു ചെറിയ റിമൈൻഡർ, ഒരു ചെറിയ നോട്ട് വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ ഷേർലി ജോസ്, മാനേജിംഗ് ഡയറക്ടർ അദീന ട്രാവൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ട്രാവൽ ഏജൻസിയായിട്ട് വലിയ ബന്ധമുള്ള സമയത്തല്ല ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. ആദ്യമേ ഞാൻ ട്രാവൽ ഇൻഡസ്ട്രിയിൽ പ്രവേശിക്കുമ്പോൾ എനിക്ക് അതിൻ്റേതായ യാതൊരു പരിചയവും ഉണ്ടായിരുന്നില്ല. എന്നെ സാധാരണ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് കെട്ടിച്ച് കോട്ടയത്തെ ഒരു ബിസിനസ് ഫാമിലിയിലേക്ക് കെട്ടിച്ചയച്ചു. അവിടെ എൻ്റെ ഭർത്താവും ഞാനും മകനും കൂടെ എറണാകുളത്തോട്ട് ബിസിനസ് സംബന്ധമായ ഡീവിയേഷൻ ഉദ്ദേശിച്ചാണ് എറണാകുളത്ത് വരുന്നതും ഇവിടെ താമസമാക്കുന്നതും. എന്നാൽ അദ്ദേഹം ഉദ്ദേശിച്ച വിധത്തിൽ ബിസിനസ് ശരിയാകാഞ്ഞതുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോവുകയും എൻ്റെ മകനും ഞാനും ഇവിടെ താമസം തുടരുകയും ചെയ്തു. കാരണം മകൻ അപ്പോഴത്തേക്ക് ഇവിടെ വിദ്യാഭ്യാസം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് എന്നും എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്നോ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങണമെന്നോ ആഗ്രഹമുണ്ടായിരുന്നു. ഇത് ഒരവസരമായി ഞാൻ കണക്കാക്കി. എനിക്ക് മോൻ സ്കൂളിൽ പോയി കഴിഞ്ഞ സമയം ഉണ്ടായിരുന്നതുകൊണ്ട് യുണൈറ്റഡ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന സ്ഥാപനത്തിൽ സെയിൽസ് എക്സിക്യൂട്ടീവായി ഞാൻ ജോലി ചെയ്യാൻ ആരംഭിച്ചു. സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ജോലി പ്രിഫർ ചെയ്യാനുള്ള കാരണം അത് ടാർഗറ്റ് ബേസ്ഡാണ്. എൻ്റെ മോൻ്റെ പഠിത്തത്തെയോ അവൻ്റെ മറ്റ് കാര്യങ്ങളെയോ അഫക്റ്റ് ചെയ്യാതെ എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നെ ഏൽപ്പിച്ച ടാർഗറ്റ് ഞാൻ 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയും 1 വർഷത്തിനകം എനിക്ക് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് പ്രൊമോഷൻ കിട്ടുകയും സെയിൽസ് മാനേജറായിട്ട് പ്രൊമോഷൻ കിട്ടുകയും ചെയ്തു. അവിടെ ഞാൻ 2 വർഷം ജോലി ചെയ്തു. ഇതിനോടിടയ്ക്ക് അവിടുത്തെ ഡയറക്ടർ വേറെ ഒരു സ്ഥാപനം അറ്റ്ലാന്റ ട്രാവൽസ് എന്ന് പറഞ്ഞ് തുടങ്ങുകയും ഞാനും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. 2 വർഷം ഞാൻ അവിടെ മാനേജറായി ജോലി ചെയ്തു. ഇതിനോടിടയ്ക്ക് എനിക്ക് സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങാനുള്ള കോൺഫിഡൻസും അറിവും കിട്ടുകയും ചെയ്തു. ഞാൻ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഡിപ്ലോമ ഇതിനോടിടയ്ക്ക് നേടിക്കഴിഞ്ഞു. എൻ്റെ സ്ഥാപനം തുടങ്ങുമ്പോൾ എൻ്റെ ഒരു അടുത്ത ലേഡി സുഹൃത്ത് ഡയറക്ടറായിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. തുടങ്ങിക്കഴിഞ്ഞാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് കേരളത്തിലെ ആദ്യത്തെ അയാട്ട അക്രഡിറ്റഡ് ലേഡി ഓൺട്രപ്രണർഷിപ്പാണ് എന്ന്. പലരും സ്ത്രീകൾ ഡയറക്ടറായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. അത് ഒന്നുകിൽ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ ലേഡി ഓൺ ചെയ്ത് തുടങ്ങിയ ആദ്യത്തെ സ്ഥാപനമാണ്, ട്രാവൽ ഏജൻസിയിലെ ആദ്യത്തെ സ്ഥാപനമാണ് എൻ്റേത്. കുറേ നാൾ കഴിഞ്ഞു എൻ്റെ കൂട്ടുകാരിക്ക് ഈ ഡയറക്ടർഷിപ്പിൽ നിന്ന് മാറേണ്ട ഒരു സാങ്കേതിക പ്രശ്നമുണ്ടായി. ആ സമയത്ത് അവർ പിൻവാങ്ങുകയും എൻ്റെ സഹോദരൻ അതിൽ ഡയറക്ടറായി ജോയിൻ ചെയ്യുകയും ചെയ്തു. സ്ഥാപനം അന്ന് മുതൽ ഇന്ന് വരെ നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നു. എല്ലാ ട്രാവൽ റിലേറ്റഡ് മാറ്റേഴ്സും ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് കോർപ്പറേറ്റ് ഹൗസസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. മെട്രോ പോലുള്ള സ്ഥാപനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് സ്ഥാപനങ്ങളും കോസി ഗവൺമെൻറ് സ്ഥാപനങ്ങളും എല്ലാം ട്രാവൽ റിലേറ്റഡ് മാറ്റേഴ്സ്, ടൂർ മാറ്റേഴ്സ് എല്ലാം ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സേവനങ്ങളാണ്. ഇതിനോട് എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ള ഒരു കാര്യം, ഈ ട്രാവൽ ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രമല്ല, ഇന്നത്തെ തലമുറയോട് ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പ് തുടങ്ങി അത് സക്സസ് ആകണമെങ്കിൽ
അതിനകത്ത് പ്രധാനമായിട്ട് വേണ്ടിയത് ചെയ്യുന്ന പ്രൊഫഷനോടുള്ള സിൻസിയറിറ്റി ടു ദ വർക്ക് ആൻഡ് ടു ദ പീപ്പിൾ whom you deal with. അത് നമുക്ക് കിട്ടുന്ന ആനുകൂല്യമോ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റോ മാത്രമായിരിക്കരുത് അതിൻ്റെ ക്രൈറ്റീരിയ. എന്ത് കിട്ടിയാലും നിങ്ങളെ ഏൽപ്പിച്ച ജോലി അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അതിനോട് സിൻസിയറിറ്റി ഉണ്ടാകുക, അതിൽ എത്രമാത്രം അവഗാഹം നേടാൻ കഴിയുമോ അത് സമ്പാദിക്കുക. ഇന്നും എനിക്ക് ഇത്രയും വർഷം ആയിട്ടും എന്തെങ്കിലും ഒരു സംശയം എൻ്റെ ജോലിയിലുണ്ടായാൽ ഒന്നിൽ എൻ്റെ കൂടെ പണ്ട് ജോലി ചെയ്ത സീനിയേഴ്സായിട്ടുള്ള എൻ്റെ ബോസ് അല്ലെങ്കിൽ എന്നെ പോലെ വർക്ക് ചെയ്യുന്ന ആളുകളോട് എനിക്ക് ഒരു പ്രയാസവുമില്ല. ഒരു സംശയം വന്നാൽ വിളിച്ച് ചോദിക്കാനോ അത് കറക്റ്റ് ചെയ്യാനോ. ഇന്നത്തെ ജനറേഷൻ എല്ലാം ആക്ഷേപമാണ്. അവർക്കറിയാൻ വയ്യാത്ത ഒരു കാര്യം മിണ്ടാതിരിക്കുക എന്നല്ലാതെ ആരോടെങ്കിലും അത് ചോദിച്ച് മനസ്സിലാക്കണമെന്നോ. ഇന്ന് ഗൂഗിളുണ്ട്, എന്തെല്ലാം ഹെൽപ്പിന് ഇതുണ്ട്. ഞങ്ങളൊന്നും ജോലി ചെയ്യുമ്പോൾ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളുമില്ല. കമ്പ്യൂട്ടറൈസ്ഡ് യുഗമല്ല, എല്ലാം കൈകൊണ്ട് ചെയ്ത് പാസഞ്ചർ ഏജൻസി എയർലൈന് ഈ മൂന്നിനെയും ഒരുപോലെ കണക്ട് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ പാസഞ്ചറിൻ്റെ ട്രാവൽ പ്രോഗ്രാമിന് തെറ്റുപറ്റും. അതെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളത് അന്നത്തെ കാലത്തൊരു വലിയ വെല്ലുവിളിയായിരുന്നു. ഇന്ന് ഇതൊന്നുമില്ല, എല്ലാം നെറ്റിൽ കിട്ടും, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡാണ്. എന്തെങ്കിലും തെറ്റിയാൽ കമ്പ്യൂട്ടർ തന്നെ അതിന് വേണ്ട നിർദ്ദേശം തരും. അതൊന്നും അന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഏത് പെൺകുട്ടിക്കും ഏത് സാഹചര്യത്തിൽ വളർന്നതാണെങ്കിലും ഏത് സാഹചര്യത്തിലുള്ള വീട്ടിലോട്ട് കല്യാണം കഴിച്ചോ പോകുകയാണെങ്കിലും എന്നും സാഹചര്യങ്ങൾ മാറി മറിയാം. നമുക്കെന്നും കൈമുതലായിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുവാനുള്ള കഴിവും വിദ്യാഭ്യാസവും നേടിയിരിക്കണം. അതാണ് ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ കിട്ടുന്ന നമ്മുടെ മനോധൈര്യം. ഏത് പ്രതിസന്ധികളിലും നമുക്ക് ഉറച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ് വേണ്ട സാഹചര്യത്തിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഈ അറിവ്. പിന്നെ അടുത്ത കാര്യം, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് സമ്പാദിച്ച് സ്വന്തമായിട്ടത് കാൽക്കുലേറ്റ് ചെയ്ത് ചിലവാക്കുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് അനുഭവിച്ച് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, വർക്കിംഗ് വിമനായിട്ട് മോനെ എങ്ങനെ, അവൻ ചെറുതായിട്ടിരിക്കുമ്പോൾ അവൻ്റെ കാര്യങ്ങൾ, എനിക്ക് അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അറ്റ് ദ സെയിം ടൈം എനിക്ക് പറയാനുള്ളത്, ഒരു വർക്കിംഗ് വിമന് കുടുംബത്തിലും സൊസൈറ്റിയിലും കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുമെന്നുള്ളതാണ്. നമുക്ക് മക്കളെ ഗൈഡ് ചെയ്യാനാണെങ്കിലും എനിക്ക് ഒരു ആർക്കിടെക്റ്റ് മരുമകളുണ്ട്. അവളാണെങ്കിൽ പോലും എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോടാണ് വിളിച്ച് ചോദിക്കുന്നത്, അമ്മ അത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതെന്തുകൊണ്ടാണ്? ഒരു വർക്കിംഗ് വിമന് കിട്ടുന്ന എക്സ്പോഷർ അത് ഒരു ഹൗസ് വൈഫിന് കിട്ടില്ല. അത് ടൈം മാനേജ് ചെയ്യാനാണ് ഇന്നത്തെ പിള്ളേർ പഠിക്കേണ്ടത്. ടൈം മാനേജ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇത് കുടുംബവും ബിസിനസ്സും വീടും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഗൂഗിളും ഉള്ള സമയത്ത് എനിക്ക് പിള്ളേരോട് പുതിയ ജനറേഷനോട് പറയാനുള്ളത്, കുറേ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. റിലേഷൻഷിപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് എൻ്റെ സ്വന്തമായ ഒരു സ്ഥാപനം തുടങ്ങി ഞാൻ മാറുന്നത്. അന്നത്തെ ആ ഡയറക്ടറുടെ അനുഗ്രഹവും അനുവാദത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ഒരു സ്ഥാപനം തുടങ്ങിയത്. അദ്ദേഹത്തെ പിണക്കിയിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിനൊരു നാശം ഉണ്ടാക്കിയിട്ടോ അല്ല ഞാൻ മാറുന്നത്. അതുകൊണ്ട് ഇന്നും അവർ എൻ്റെ ഫാമിലി ഫ്രണ്ടായി കണ്ടിന്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ ഡയറക്ടർ ലേഡി ഫ്രണ്ട് ഉണ്ടായിരുന്നത് ഡയറക്ടർഷിപ്പ് മാറണമെന്ന് പറഞ്ഞു. വളരെ കോഡിയലായിട്ടാണ് അതിന് ഞങ്ങൾ സെറ്റിൽ ചെയ്തത്. എൻ്റെ ഫ്രണ്ട്സിൽ ആദ്യത്തെ പേര് ആ സ്ത്രീയുടേതാണ് ഇന്നും. ഇത് എല്ലാം ഞാൻ ഒരു പെർഫെക്റ്റായ ഒരാളായതുകൊണ്ട് ഞാൻ പറയുകയല്ല. ഇതെല്ലാം പുതിയ തലമുറ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് പുതിയ തലമുറയ്ക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ എല്ലാത്തിൻ്റെ ഉപരിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്, എനിക്ക് ഒരുപാട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. പല പല പ്രശ്നങ്ങൾ ബിസിനസ്സിൽ ഉൾപ്പെടുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ നമ്മൾ എന്തെല്ലാം ഓരോ ദിവസവും ഫേസ് ചെയ്യേണ്ടി വരുമെന്ന്.
ഫിനാൻഷ്യലാണെങ്കിലും, ചിലപ്പം ഞാൻ പറഞ്ഞല്ലോ അന്നത്തെ കമ്പ്യൂട്ടറൈസ്ഡ് അല്ല, വിസ പ്രോബ്ലംസ്, ഒരുപാട് പ്രോബ്ലംസ്. അപ്പോഴെല്ലാം നമ്മളെ ഒരു അദൃശ്യ ശക്തി നയിക്കും എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. 3-4 കുടുംബങ്ങൾ എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ്. അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ എന്നോട് പറയുക, അവരുടെ ഒരു വിവാഹമോ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഇന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന സൊല്യൂഷൻ അതിന് ചെയ്തു കൊടുക്കാൻ ഫിനാൻഷ്യലിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും എന്നല്ല, നമ്മുടെ ലിമിറ്റഡ് ഇതിനകത്ത് നിന്ന് ചെയ്തു കൊടുക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട്. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് പറയും, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ചിലപ്പം രാവിലെ വരുമ്പം വിഷമത്തിലും ദുഃഖത്തിലും ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ മേഡം ഇന്നതാണ് കാര്യം, എന്നോട് പറഞ്ഞുകൂടായിരുന്നു, എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ അത് ചെയ്യില്ലേ എന്ന് ചോദിച്ച് പല പ്രാവശ്യങ്ങളിൽ അവരുടെ ആവശ്യങ്ങളിൽ എനിക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് അവർ വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഓഫീസ് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള സ്റ്റാഫുകളൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ മകനെ എൻജിനീയറിങ്ങിന് കഴിഞ്ഞ് അവൻ്റെ വലിയ ജീവിതാഭിലാഷമായിരുന്നു ഒരു പൈലറ്റ് ആകുക എന്നുള്ളത്. പൈലറ്റ് കോഴ്സ് കഴിഞ്ഞ് ഖത്തർ എയർവേസിൽ പൈലറ്റായിട്ട് അവന് ദോഹയിൽ ഫാമിലിയായിട്ട് ഇപ്പോൾ താമസിക്കുന്നു. അതെല്ലാം എനിക്ക് സാധിച്ചത് എൻ്റെ സ്വന്തം ബിസിനസ് കൊണ്ടാണ്. കാരണം ഇതിനോടിടയ്ക്ക് എൻ്റെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ പെടുകയും കുറേ വർഷം പാരാലിസിസായിട്ട് കിടക്കുകയും ചെയ്തു. 6 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ഈ സമയത്തൊന്നും അദ്ദേഹത്തിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല. എല്ലാം ഈ സമയത്ത് ചെയ്യാനൊത്തതെല്ലാം എൻ്റെ ഈ ബിസിനസ്സിൽ നിന്നാണ്. എനിക്ക് താമസിക്കാൻ വീട് വെക്കാനൊത്തതും മോൻ്റെ പഠിത്തവും ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് എന്തായിരിക്കുന്നതോ അത് മുഴുവനും ഇവിടെ നിന്ന് എറണാകുളത്തുണ്ടാക്കിയതൊക്കെ എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ടുണ്ടാക്കിയതാണ്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ട്രാവൽ ഏജൻസിയും ടൂർ ഓപ്പറേറ്റേഴ്സും ഒക്കെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കമ്പ്യൂട്ടർ യുഗത്തിൽ വലിയ പാടാണ്, വലിയ ബുദ്ധിമുട്ടുകളാണ്. അത് ഞാനും അഭിമുഖീകരിക്കുന്നുണ്ട്. കുറേയൊക്കെ അത് തരണം ചെയ്യാൻ പറ്റുന്നത് ഞാൻ എന്നെ തന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകൾ ഓഫീസും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം അത് ചെയ്യുന്നത് കൊണ്ട് എനിക്കും സർവൈവ് ചെയ്യാൻ കഴിഞ്ഞ 18-20 വർഷമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. ഈ കോമ്പറ്റീറ്റീവ് ഫീൽഡിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇവിടെ പല അസോസിയേഷനിലും ട്രേഡ് ഓർഗനൈസേഷനിലും മെമ്പറാണ്. ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ലേഡീസ് വിങ്ങിൻ്റെ നേരത്തെ കൺവീനറായിരുന്നു. ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. കമ്മിറ്റി മെമ്പറാണ്. പല അതുപോലത്തെ ട്രേഡ് ഓർഗനൈസേഷനിലും മെമ്പറാണ്. എനിക്ക് നട്ഷല്ലായിട്ട് പറയാനുള്ളത് വീണ്ടും ജോലിയിൽ ആത്മാർത്ഥത, പേഴ്സണൽ ലൈഫിൽ ആണേലും സിൻസിയറിറ്റി, നമ്മൾ ആരോട് മീറ്റ് ചെയ്യുന്നോ ആരോട് ഇടപെടുന്നോ അവരോടുള്ള സിൻസിയറിറ്റി, പിന്നെ ജോലിയോടുള്ള കമ്മിറ്റ്മെൻറ്റ്, ജോലിയോടുള്ള പങ്ക്ച്വാലിറ്റി, ടൈമിങ്, ഇതാണ് എനിക്ക് നട്ഷല്ലായിട്ട് പറയാനുള്ളത്.